ഹലോ, റോബിൻ ട്രാവലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ നാളായി വീഡിയോകളൊക്കെ ഒന്ന് ചെയ്തിട്ട്, അപ്പം വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വെതർ കണ്ടീഷൻസ് അത്ര മോശമായിരുന്നു. എന്തെങ്കിലും നമ്മൾ പോകാൻ നേരത്തെ ഉടനെ മഴയും കാറ്റും അല്ലെങ്കിൽ ഭയങ്കര ഡാർക്കായിട്ടുള്ള, അറിയാമല്ലോ യു കെയിലെ വെതർ അങ്ങനെയാണ്. മേഘങ്ങൾ കൂടി നമുക്ക് നല്ല പ്രകാശമൊന്നും കിട്ടില്ല, വല്ലപ്പോഴും ഒരു പ്രകാശമൊക്കെ വന്നാലേ. അപ്പോൾ അങ്ങനെ വെതർ കണ്ടീഷൻസ് മോശമായിട്ടും പിന്നെ നമ്മൾക്കിടെ ജോലി കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പോകുന്നതുകൊണ്ടൊക്കെയാണ് നമുക്ക് വീഡിയോസൊന്നും അങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് ഇടാൻ പറ്റാഞ്ഞ്. ഇപ്പം സ്പ്രിങ് ആയതുകൊണ്ട് കുറച്ച് വെതർ കണ്ടീഷൻസൊക്കെ ഇച്ചിരി ബെറ്റർ ആയിട്ടുണ്ട്. അപ്പം കുറച്ച് സൺലൈറ്റ്സ് വന്നിട്ടുണ്ട്, പ്രകാശമൊക്കെ നല്ലതാണ്. അപ്പം ഇപ്പോൾ ആൾക്കാരൊക്കെ വെളിയിറങ്ങുന്ന സമയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും വിചാരിച്ച് നല്ല വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്ന് ഞാൻ പോകുന്ന ഇടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടാഫറി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പം പോട്ടാഫറി എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ലേക്കും നല്ലൊരു കുന്നും ഉള്ള ഏരിയ ആണ്. അത് ഒത്തിരി വിസിറ്റേഴ്സ് വരുന്ന ഏരിയ ആണ്. അപ്പം നോർത്തേൺ അയർലൻഡിൽ വരുന്നവർ ഇവിടെ ഈ പോട്ടാഫറി കണ്ടിട്ടില്ലെങ്കിൽ അവിടോട്ടൊക്കെ പോയി കാണുന്നത് നല്ലതായിരിക്കും. നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ബോട്ടിംഗ് ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് അവിടെ. അതിൻ്റെ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാലും അതിൻ്റെ പിക്ചേഴ്സും കുറേ കാര്യം കാണാം. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ അവിടെ ഞാൻ എടുത്തിട്ട് നിങ്ങളെയും കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്കിനിയിപ്പം അങ്ങോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഇടയ്ക്കുള്ള വഴിയോര കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് കാണാം. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്. അവിടെ ഒരു ഐലൻഡ് കാണുന്നുണ്ട്, ഒരു ഐലൻഡാണ്. ആ ഐലൻഡിനകത്തൊരു വീടൊക്കെ ഉണ്ട്. ഇതിൻ്റെ സൂം 2 ടൈംസേ ഉള്ളൂ, അതുകൊണ്ട് അത് വലിയ കാണാൻ പറ്റില്ല. എൻ്റെ മൊബൈലിൽ ഞാൻ വേണ്ടി ഷൂട്ട് ചെയ്ത് കാണിക്കാം, അത് ഞാൻ കാണിക്കാം കേട്ടോ. ഇതാണ് ഗ്രേബേ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ അതിന് മനോഹരമായ ഒരു സ്ഥലമാണ്. അതിൻ്റെ സൈഡിലൊക്കെ റോഡുണ്ട്, ആ റോഡിൽ കൂടെയാണ് പോകുന്നത്. റോഡിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് കാണാം. ഇതിപ്പോൾ പോട്ടാഫറിയിലോട്ട് പോകുന്ന റോഡിൻ്റെ സൈഡാണ്. ഇതാണ് ഇവിടെ നമുക്ക് ഇവിടെ ഒരു റെസ്റ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ ഈ റെസ്റ്റ് ഏരിയ ആണ്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നിൽക്കാം. അതാണ് ഈ ഏരിയ. സ്പ്രിംഗ് ആയതുകൊണ്ട് നല്ല ക്ലൈമറ്റൊക്കെ ആയി, നല്ല സൂര്യത്തിൻ്റെ വെളിച്ചമൊക്കെ ഉണ്ട്, ഇങ്ങനെ കാണാതെ. ഞാൻ എൻ്റെ മൊബൈലിൽ ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കാം. അതിൻ്റെ വീടിൻ്റെ അടുത്തുള്ള വീട് സോ ഞാൻ മുമ്പ് എൻ്റെ നോർമൽ ആക്ഷൻ ക്യാമറ എടുത്ത വീഡിയോ ഫുട്ടേജിൻ്റെ അന്നത്തിൽ അത് 2 ടൈംസ് സൂമേ ഉള്ളായിരുന്നു. അപ്പോൾ ഇതിൽ എനിക്ക് 5 to 10 ടൈംസ് സൂം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ട ഒരു വീടുണ്ട് ഈ ഐലൻഡിൽ. ഇതാണൊരു ഐലൻഡാണ്. ഈ ഗ്രേബേയിൽ ഒരു വാട്ടർ ഫ്രണ്ട് ഏരിയയുടെയും മുമ്പിലാണ് ഒരു ഐലൻഡ് പോലെ. ഐലൻഡിലൊരു വീടുണ്ട്. പിന്നെ അങ്ങോട്ടും നിങ്ങൾക്ക് കാണാം. ഇത് ഇവിടുന്ന് നല്ല ദൂരമുണ്ട്. അത് കാണുന്നതെല്ലാം നമ്മുടെ വേറൊരു സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ പേര് എന്തോ. സോ ആ കാണുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഡൗൺ പാട്രിക്. അതാണ് ഞാൻ ഉദ്ദേശിച്ച ആ സ്ഥലത്തിൻ്റെ പേര്, ഡൗൺ പാട്രിക് എന്നാണ്. അപ്പോൾ അതാണ് ആ കാണുന്ന സ്ഥലം, ഡൗൺ പാട്രിക് ആണ്. അപ്പം ഇവിടെ ഈ പോട്ടാഫറിയും ഈ ഡൗൺ പാട്രിക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഫെറിയുണ്ട്. ആ ഫെറിയിലാണ് ഒരു ഫെറി പോകുന്നുണ്ട്. എൻ്റെ വീഡിയോയിൽ അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതാണ് ഇവിടുത്തെ എളുപ്പം എന്നുള്ള കണക്ഷൻ. അപ്പോൾ അല്ലെങ്കിൽ ബെൽഫാസ്റ്റ് വന്നിട്ട് പോകുന്നത് ഒത്തിരി ദൂരമായിരിക്കും. അപ്പോൾ അതാണ് ഈ ഗ്രേബിയുടെ ഏരിയ. ഓക്കെ, സോ നമുക്ക് ഇനിയും പോട്ടാഫറി പോയിട്ട് അവിടെ ഒരു 2-3 സ്ഥലം കൂടെ ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പോട്ടാഫറി വരുന്ന വഴി തന്നെ നമ്മളിവിടെ ചെറിയൊരു വില്ലേജ് ഞാൻ കണ്ടായിരുന്നു, കേർക്ക്ബിൻ. ഇതിൻ്റെ നേരത്തെ കുറച്ച് വിഷ്വൽസ് ഞാൻ
എൻ്റെ നേരത്തെ കുറച്ച് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അന്നൊരു വിൻ്റർ ടൈമിലായിരുന്നു, ഭയങ്കരമായിട്ട് തണുപ്പും കാറ്റുമുള്ള സമയത്ത് ഞാൻ എടുത്തതാണ്. അതിൻ്റെ ഷോർട്സൊക്കെ ഉണ്ട്. പക്ഷേ ഈ കിർക്കിബിൻ്റെ തന്നെ ഇവിടെ ഒരു ഗ്രീൻ ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അത് നമുക്കിവിടെ ഇങ്ങനത്തെ ചെറിയൊരു സ്ഥലം ഇവിടെ നമുക്ക് വോക്ക് ചെയ്യാം. ഈ മനോഹരമായ ലേക്കൊക്കെ ആസ്വദിച്ച് നടക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഏരിയയാണ് ഇവിടെ. അപ്പം ഞാൻ അതിൻ്റെ ഒരു ചെറിയ വിഷ്വൽസും കൂടെ എടുത്തിട്ട് നമുക്ക് നേരെ പോർട്ട് ഓഫ് റെയിലോട്ട് പോകാം. ഓക്കെ. സോ ഇതാണ് ലേക്ക്. ആ ലേക്കിൻ്റെ അടുത്ത് കാണുന്ന വീടുകളും ഇതിൻ്റെ ഒരു നടപ്പാതയൊക്കെയാണ്. അപ്പം ഇത് നല്ലൊരു ഏരിയയാണ്, നല്ല പച്ചപ്പുള്ള ഏരിയയാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് ലൈക്ക് നമ്മൾ സമയം ചിലവഴിക്കാൻ വേണ്ടിയുള്ള ഏരിയയാണിത്. ഇത് കണ്ട എൻ്റെ മേളിലെ കുന്നുകളൊക്കെ കണ്ടില്ല, നല്ല പച്ചപ്പുള്ള ഏരിയയാണത്. ഇത് കുറച്ചുകൂടെ ഞാൻ ഈ ആക്ഷൻ ക്യാമറയ്ക്കകത്ത് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് കുറച്ചുകൂടെ അടുത്ത് ഇത്രയും സൂമിലേ പറ്റുള്ളൂ, പക്ഷേ യു ക്യാൻ സീ ദാറ്റ്. ഇതാണ് ഇതിൻ്റെ ഈ ഏരിയയും. ഇത് നല്ല ഭംഗിയുള്ള ഏരിയയാണ്. നല്ല രസമാണ് കാണാൻ. നല്ല ബ്ലൂ വാട്ടേഴ്സ്. ഇന്ന് ആകാശം തെളിഞ്ഞിരിക്കുന്നതുകൊണ്ട് നല്ല വെള്ളവും നല്ല നീല കളറായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് വെരി ഗുഡ്. അതിൻ്റെ അപ്പുറത്തൊക്കെ നമുക്ക് ആ ഒരു സ്ഥലങ്ങളൊക്കെ കാണാം. ഇന്നത്തെ കൂടെ എത്രത്തോളം നിങ്ങൾക്ക് വിഷ്വലായിട്ട് അത് അടുത്ത് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഞാൻ കാണിക്കുന്നത് അതിൻ്റെ അപ്പുറത്തൊക്കെ സ്ഥലമുണ്ട്. അത് ന്യൂട്ടൺ ആർട്സ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതിൻ്റെ ഇപ്പുറത്തെല്ലാം ഈ സ്ഥലത്തിൻ്റെ പേരെനിക്കറിയില്ല, ബട്ട് അവിടെയും കുറേ സ്ഥലങ്ങളുണ്ട്. എനിക്കൊന്നത് ഈ പോർട്ട് ഓഫ് റെയിയുടെ അടുത്തുള്ള കുറേ സ്ഥലങ്ങളാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വേറൊരു സ്ഥലം കൂടെ ആയിരിക്കും അതിൻ്റെ പേര് പറയുന്നത്, മറന്നുപോയി. ബട്ട് എനിവേ ദിസ് ഈസ് എ വെരി നൈസ് പ്ലേസ് ടു വിസിറ്റ് ആൻഡ് ഡ്യൂറിങ് ദി സമ്മർ സീസൺ, ആൻഡ് യു ക്യാൻ ടേക്ക് എ സ്മോൾ വാക്ക് ഓവർ ഹിയർ ആൻഡ് ജസ്റ്റ് സ്പെൻഡ് ടൈം. നല്ല ഒരു റിഫ്രഷിങ് മൈൻഡ് ആക്കാൻ വേണ്ടി വരുന്ന നല്ല സ്ഥലമാണിത്. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്കും അത് ഇവിടെ വന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനിയിപ്പം നമുക്ക് പോർട്ട് ഓഫ് റെയിലോട്ട് യാത്ര തുടങ്ങാം. ഓക്കെ. സോ നമ്മളിപ്പം പോർട്ട് ഓഫ് റെയിൽ വന്നു. അപ്പം നമ്മൾ ഈ പോർട്ട് ഓഫ് റെയിയുടെ ഈ ഭാഗത്ത് ഒരു ക്യാസിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോർട്ട് ഓഫ് റെയിയുടെ ഒരു ക്യാസിൽ അതിൻ്റെ വിഷ്വൽസൊക്കെ ഞാൻ കാണിക്കാം. അപ്പം ഇവിടെ അതിൻ്റെ ഏരിയയാണ്. അപ്പോൾ നമുക്കത് കാണാം. സോ ഇവിടെ ഒരെണ്ണം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, വെൽക്കം ടു പോർട്ട് ഓഫ് റെയിൽ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു ഒരു മെറ്റൽ കൊണ്ടുള്ള ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ക്യാസിൽ. ഇതൊരു പൊളിഞ്ഞുള്ളൊരു ക്യാസിലാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ ചുമ്മാ ഇതും എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ വഴി കൂടെ ഇതിന് പോർട്ട് ഓഫ് റെയിൽ ക്യാസലിനെ കുറിച്ചൊരു ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ആക്സസ് ദ സ്റ്റേബിൾസ്. കൂടെ കയറാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്, കയറാൻ പറ്റില്ല. ഒരു പൂച്ച. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഈ പിള്ളേർക്ക് വേണ്ടി ഒരു അക്വേറിയം ഉണ്ട്, എക്സ്പ്ലോറിസ് അക്വേറിയം. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ അത് നമുക്ക് വേറെ ദിവസം നമുക്ക് ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷേ വേറെ ദിവസം നോക്കിയിട്ട് അതിൻ്റെ പെർമിഷനൊക്കെ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം.
അപ്പോൾ അത് കണ്ട് നമുക്കിവിടെ കാണാം. ഇതാണ് എക്സ്പ്ലോറിസ് അക്വേറിയം സേവ് സാങ്ച്വറി വാസ് ഓപ്പൺ ബൈ ആർട്സ് ബോർഡ് 1987 ഓപ്പൺ ചെയ്തതാണ്. അപ്പം അതിൻ്റെ ഒരു ഇതാണ് എക്സ്പ്ലോറിസ് അക്വേറിയം. ഇവിടെ പിള്ളേരെയും കൊണ്ടൊക്കെ വരാം. അതാണ് ഇവിടുത്തെ ഈ ഭാഗത്തുള്ള കാഴ്ചകൾ. ഇതിൻ്റെ ശബ്ദം കൊണ്ടൊന്നും കേൾക്കാൻ പറ്റുമില്ലയോ എന്നറിയത്തില്ല. ഇവിടെ ഉള്ള ഏരിയകളാണ് കണ്ട. ഇത് ഈ സൈഡിലുള്ള ചെറിയ സ്ട്രീറ്റുകൾ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണുന്നതാണ് ഈ പൊളിഞ്ഞു കെട്ട് കിടന്ന ക്യാസിൽ. ഈ ക്യാസിൽ കാണാം. അതാണ് ക്യാസ്, ഈ പൊളിഞ്ഞു കിടക്കുന്ന ക്യാസിലാണ്. പിന്നെ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ലേക്കുണ്ട്. അത് നമുക്കിവിടെ കാണാം. നമുക്കിപ്പോൾ ആ ലേക്കിലോട്ട് പോകാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കണ്ടോ, എന്താ പറയുക, ഒരു ബോട്ട് വരുന്നത് കണ്ടോ? ആ ബോട്ടിൽ ഇങ്ങനെ ഒരു ഈ കാറ് ഒരു ഫെറിയാണ്. അതൊരു ഫെറിയാണ്. ആ ഫെറിയാണ് നിങ്ങൾക്കിവിടെ കാണാം. ഈ ഫെറിയിൽ ഇങ്ങനെ അപ്പുറത്തെ സ്ഥലത്തിൽ നിന്ന് ഫെറിയെ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പം അതിൻ്റെ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാം. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഞാൻ ജസ്റ്റ് അപ്പം ആ വിഷ്വൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. എനിക്ക് തോന്നുന്നു എല്ലാ ഹാഫ് ആൻ അവർ കൂടിയിരിക്കുമ്പോഴുണ്ടെന്ന് തോന്നുന്നു ഇവിടുന്ന് ഫെറി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. ഈ കാറുകളെ അപ്പുറത്തെ ഐലൻഡ് അല്ല, അപ്പുറത്തെ സ്ഥലമുണ്ട്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പം നിങ്ങൾക്കത് കാണാം. ഈ ഫെറിയുടെ പേര് സ്ട്രാങ്ഫോർഡ് ടു ബെൽഫാസ്റ്റ് എന്നാണ് എഴുതിയേക്കുന്നത്. ലോവർ ചെയ്യുന്നുണ്ട. ഇനിയിപ്പോൾ കാറെല്ലാം ഇറങ്ങിപ്പോകും. ബൈക്കുകളൊക്കെ അപ്പുറത്ത് കയറിപ്പോകും. അപ്പം ഞാനിതിൻ്റെ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഇത് സ്ട്രാങ്ഫോർഡ് ലേക്ക് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് കാണും. ആ ഏരിയയിലോട്ടാണ് അവിടെ പോകുന്നത്. ഇനിയിപ്പം ഈ പോകുന്ന വണ്ടികളെല്ലാം അങ്ങോട്ട് പോകും.
ഈ വേസ്റ്റ് കൊണ്ടുവന്ന വണ്ടിയെല്ലാം ഇനിയിപ്പോൾ അത് അപ്പുറത്ത് പോയി അവിടെ ഇറക്കും. ഈ കാണിക്കുന്നു കണ്ടോ, ഇത് ഫെറിയാണ്, ഫെറി പാസേജാണ്. ഇപ്പോൾ ഇതങ്ങ് പോകും. അത്രയേ ഉള്ളൂ ഇവിടെ ഇതിൻ്റെ പരിപാടി. ഇവിടെ നമുക്ക് ഇത് കണ്ട, ഇവിടെ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബെൽഫാസ്റ്റ് എക്സ്പ്ലോറേഴ്സ് അക്വേറിയം, പോർട്ട് ഓഫ് ഫ്രീ കാസിൽ ആൻഡ് ടൂറിസ്റ്റ് ഇൻഫർമേഷൻ, ബെൽഫാസ്റ്റ് ന്യൂട്ടൺ ആർട്സ് ഡോണഗഡി ആൻഡ് വെൽക്കം ടു പോർട്ട് ഓഫ് ഫ്രീ ആർട്സ് പെനിൻസുല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാം. ബട്ട് വെരി നൈസ്, ഒരു നല്ല ഏരിയ ആണ്. ജസ്റ്റ് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ നല്ലതായിരിക്കും. ആൻഡ് നല്ല ഈ ലേക്കും കാര്യങ്ങളായത് കൊണ്ട് നല്ല ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് എത്ര നിന്നാലും ടൈം നമുക്ക് കണ്ണ് മാറ്റാൻ പറ്റത്തില്ല. അതുപോലെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അതാണ് നമ്മൾ ഇപ്പോൾ ഈ വെളിച്ചം കൂടെ ആയതുകൊണ്ടേ നല്ല സ്ഥലമാണ്. ഇവിടെ ഒരു RNL എന്ന് പറഞ്ഞിട്ട് പോർട്ട് ഓഫ് ഫ്രീ ലൈഫ് ബോട്ട് സ്റ്റേഷനുണ്ട്, ഇവിടെ കാണാം. പിന്നെ ഇവിടെ ഒരു പോർട്ട് ഓഫ് ഫ്രീ ഹോട്ടൽ. ഇവിടെ മെനി തിങ്സ്. നമുക്ക് ചുമ്മാ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒക്കെ നടന്നു പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്. സോ ഇത് പോർട്ട് ഓഫ് ഫ്രീ കീ എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് കുറച്ച് ഇൻഫർമേഷനാണ് ഇവിടെ പറയുന്നത്. വെൽക്കം ടു ആർട്സ് ആൻഡ് നോർത്ത് ഡൗൺ. സോ ഇതാണ് പോർട്ട് ഓഫ് ഫ്രീ ഹോട്ടൽ. ഒരു ഹോട്ടലുണ്ട്. ഷിപ്പ്വ്രെക്ട് മറൈൻസ് സൊസൈറ്റി. This is old Second World War mine placed here as a collecting box. Your donation will support defense of those lost at sea as well as sick, disabled, and retired fishermen and mariners in need. ഇത് മൈനാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു കളക്ടിങ് ബോക്സ് ആയിട്ട് ഇവിടെ ഇട്ടിരിക്കുക. നമുക്ക് ഇവിടെ പൈസ ഇടാം. അതാണ് ഫൗണ്ടഡ് ഇൻ 1839. ഇത് ഡ്യൂറിങ് ദി സെക്കൻഡ് വേൾഡ് വാറിലെ മൈനാണ്. ഈ കണ്ടോ, ഈ മൈൻ്റെ ഇത് കണ്ടോ, കാണാം കണ്ടോ മൈൻ്റെ അതിൻ്റെ വലിപ്പം കണ്ടോ. അയ്യോ, സോ ഇത്രയേ ഉള്ളൂ ഈ സൈഡിലെ ഏരിയയെക്കുറിച്ച്. സോ നമുക്ക് ഇനിയിപ്പം വേറെ എന്തെങ്കിലും കാണാം. മോൺ കോസ്റ്റൽ റൂട്ട് ആൻഡ് സെൻറ്റ് പാട്രിക്സ് പ്ലീസ് യൂസ് ഫെറി. ഓക്കെ.